തിരികെ വാർത്തകളിലേക്ക്. മദ്യനയ അഴിമതിയിൽ CBI എടുത്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. ഈ മാസം 20 വരെയാണ് നീട്ടിയത്. തിഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിനെ വീഡിയോ കോൺഫറൻസ് മുഖേനയാണ് ഹാജരാക്കിയത്. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, മറ്റു വിവരങ്ങൾ? കീർത്തന, മദ്യനയ അഴിമതി കേസിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡി ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ വീഡിയോ കോൺഫറൻസിലൂടെയാണ് വിചാരണ കോടതിയായ റൌസ് അവന്യൂ കോടതിയിൽ നിന്ന് ഹാജരാക്കിയത്. തുടർന്നാണ് ഈ ജുഡീഷ്യൽ കാലാവധി ഈ മാസം 20 വരെ നീട്ടി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട CBI സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രം അത് ഈ വരുന്ന 12-ാം തീയതി വിചാരണ കോടതി പരിഗണിക്കും. എന്തായാലും നിലവിൽ ഉന്നയിച്ച വാദങ്ങൾ കെജ്രിവാളിന് ഏതെങ്കിലും തരത്തിൽ ജാമ്യം അനുവദിക്കുന്നത് അത് സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയാക്കുമെന്നതും തെളിവുകൾ നശിപ്പിക്കുന്നതിന് കാരണമാകുമെന്നുമുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ജുഡീഷ്യൽ കാലാവധി ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. ശരി, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുകയാണ്. അച്യുതനാണ് വാർത്തയുടെ കൂടുതൽ വിശദം.